ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോർഗൻ ഹൗസലിൻ്റെ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ്. അദ്ധ്യായം 1. ആർക്കും ഭ്രാന്തില്ല. ലോകത്ത് സംഭവിച്ചതിൻ്റെ 0.00001% വരും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ. പക്ഷേ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ 80% വരും. ഒരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ പണം ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൂടുതൽ മികച്ചതായി തോന്നാനും മറ്റുള്ളവർ അവരുടെ പണം ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടി വിലയിരുത്താനും ഇത് നിങ്ങളെ സഹായിച്ചേക്കാം. പണം കൊണ്ട് ആളുകൾ ചില ഭ്രാന്തൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ആരും ഭ്രാന്തന്മാരല്ല. ഇതാണ് കാര്യം. വ്യത്യസ്ത തലമുറകളിൽ നിന്നുള്ള ആളുകൾ വ്യത്യസ്ത വരുമാനം വ്യത്യസ്ത മൂല്യങ്ങളും നേടിയ വ്യത്യസ്ത മാതാപിതാക്കളാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നു. വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിൽ ജനിച്ചു. വ്യത്യസ്ത പ്രോത്സാഹനങ്ങളും വ്യത്യസ്ത അളവിലുള്ള ഭാഗ്യവുമുള്ള വ്യത്യസ്ത തൊഴിൽ വിപണികൾ അനുഭവിക്കുന്നു. വളരെ വ്യത്യസ്തമായ പാഠങ്ങൾ പഠിക്കുന്നു. ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ സവിശേഷമായ അനുഭവമുണ്ട്. നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ രണ്ടാമത്തേതിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ആകർഷകമാണ്. അതിനാൽ നാം എല്ലാവരും, നിങ്ങളും ഞാനും എല്ലാവരും പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു കൂട്ടം വീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിക്ക് വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഭ്രാന്തമായി തോന്നുന്നത് എനിക്ക് അർത്ഥവത്തായി തോന്നിയേക്കാം. ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാൾ ഒരു ധനികനായ ബാങ്കറുടെ കുട്ടി ശ്രമിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അപകട സാധ്യതയെയും പ്രതിഫലത്തെയും കുറിച്ച് ചിന്തിക്കുന്നു. പണപ്പെരുപ്പം ഉയർന്നിരുന്ന കാലത്ത് വളർന്ന വ്യക്തിക്ക് സ്ഥിരതയുള്ള വിലകൾ അനുഭവിച്ച വ്യക്തിക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒന്ന് അനുഭവപ്പെട്ടു. മഹാമാന്ദ്യകാലത്ത് എല്ലാം നഷ്ടപ്പെട്ട സ്റ്റോക്ക് ബ്രോക്കർക്ക് 1990കളുടെ അവസാനത്തിൻ്റെ മഹത്വത്തിൽ മുങ്ങിത്താഴുന്ന ഒരു ടെക് തൊഴിലാളികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു അനുഭവമുണ്ടായി. 30 വർഷത്തിനിടെ ഒരു സാമ്പത്തിക മാന്ദ്യം പോലും അനുഭവിക്കാത്ത ഒരു ഓസ്ട്രേലിയക്കാരന് ഒരു അമേരിക്കക്കാരനും അനുഭവിക്കാത്ത ഒന്ന് നേരിടേണ്ടി വന്നു. അനുഭവങ്ങളുടെ പട്ടിക അനന്തമായി നീളുന്നു. പണത്തെക്കുറിച്ച് എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. തിരിച്ചും എന്നേക്കാൾ വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രവചനങ്ങൾ എന്നിവയോടെയാണ് നിങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അത് നമ്മളിൽ ഒരാൾ മറ്റൊരാളേക്കാൾ മിടുക്കനായതുകൊണ്ടോ അല്ലെങ്കിൽ മികച്ച കഴിവുകൾ ഉള്ളതുകൊണ്ടോ അല്ല. വിവരങ്ങൾ വ്യത്യസ്തവും ഒരുപോലെ ബോധ്യപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളാൽ രൂപപ്പെട്ട വ്യത്യസ്ത ജീവിതങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്നതാണ് കാരണം. ലോകത്ത് സംഭവിച്ചതിൻ്റെ 0.00001% വരും പണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ. പക്ഷേ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ 80% വരും. അതുപോലെ തന്നെ മാന്ദ്യം എങ്ങനെ, എന്തുകൊണ്ട് സംഭവിക്കുന്നു, നിങ്ങളുടെ പണം എങ്ങനെ നിക്ഷേപിക്കണം, എന്തിന് മുൻഗണന നൽകണം, എത്രത്തോളം റിസ്ക് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ബുദ്ധിമാനായ ആളുകൾക്ക് വിയോജിപ്പുണ്ടാകാം. 1930കളിലെ അമേരിക്കയെക്കുറിച്ചുള്ള തൻ്റെ പുസ്തകത്തിൽ ഫ്രെഡറിക് ലൂയിസ് അലൻ എഴുതിയത് മഹാമാന്ദ്യം ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ അവരുടെ ജീവിതകാലം മുഴുവൻ ആന്തരികമായി അടയാളപ്പെടുത്തിയെന്നാണ്. എന്നാൽ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ജോൺ എഫ് കെന്നഡിയോട് ഒരു റിപ്പോർട്ടർ മാന്ദ്യത്തെക്കുറിച്ച് എന്താണ് ഓർമ്മിക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: വിഷാദരോഗത്തെക്കുറിച്ച് എനിക്ക് നേരിട്ടറിവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായിരുന്നു എൻ്റെ കുടുംബം. അത് അക്കാലത്തേക്കാൾ വിലപ്പെട്ടതായിരുന്നു. ഞങ്ങൾക്ക് വലിയ വീടുകളും കൂടുതൽ ജോലിക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതൽ യാത്ര ചെയ്തു. എൻ്റെ അച്ഛൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഒരു ജോലി കൊടുക്കാൻ വേണ്ടി ചില അധിക തോട്ടക്കാരെ നിയമിച്ചപ്പോൾ മാത്രമാണ് ഞാൻ നേരിട്ട് കണ്ടത്. ഹാർവാർഡിൽ പഠിക്കുന്നതുവരെ എനിക്ക് വിഷാദരോഗത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു.
1960 തിരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന പോയിൻ്റായിരുന്നു ഇത്. കഴിഞ്ഞ തലമുറയുടെ ഏറ്റവും വലിയ സാമ്പത്തിക കഥയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ സമ്പദ് വ്യവസ്ഥയുടെ ചുമതല വഹിക്കാൻ കഴിയുമെന്ന് ആളുകൾ കരുതി. രണ്ടാം ലോകമഹായുദ്ധത്തിലെ JF കെന്നഡിയുടെ അനുഭവം മാത്രമാണ് പലതരത്തിൽ അതിനെ മറികടന്നത്. മുൻ തലമുറയിലെ ഏറ്റവും വ്യാപകമായ മറ്റൊരു വൈകാരിക അനുഭവമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പ്രധാന എതിരാളിയായ ഹ്യൂബർട്ട് ഹംഫ്രിക്ക് ഇല്ലായിരുന്നു. എത്ര പഠിച്ചാലും മനസ്സ് തുറന്നാലും ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും ശക്തിയെ യഥാർത്ഥത്തിൽ പുനർനിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. മഹാമാന്ദ്യകാലത്ത് എല്ലാം നഷ്ടപ്പെട്ടത് എങ്ങനെയായിരുന്നുവെന്ന് എനിക്ക് വായിക്കാൻ കഴിയും. പക്ഷേ അതനുഭവിച്ചവരുടെ വൈകാരിക മുറിവുകൾ എനിക്കില്ല. അതിലൂടെ ജീവിച്ച ഒരു വ്യക്തിക്ക് ഓഹരികൾ സ്വന്തമാക്കുന്നത് പോലുള്ള കാര്യങ്ങളിൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് അലംഭാവം തോന്നുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വ്യത്യസ്തമായ ഒരു ലെൻസിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. സ്പ്രെഡ്ഷീറ്റുകൾക്ക് വലിയ സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ചകളുടെ ചരിത്രപരമായ ആവൃത്തിയെ മാതൃകയാക്കാൻ കഴിയും. എന്നാൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരത്തെ മാതൃകയാക്കാൻ അവയ്ക്ക് കഴിയില്ല. ചരിത്രം പഠിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായതായി തോന്നാനിടയാക്കും. എന്നാൽ നിങ്ങൾ അതിലൂടെ കടന്നുപോയി അതിൻ്റെ അനന്തരഫലങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കുന്നതുവരെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ തക്കവണ്ണം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വരില്ല. ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് നാം എല്ലാവരും കരുതുന്നു. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ നാം എല്ലാവരും അനുഭവിച്ചിട്ടുള്ളൂ. നിക്ഷേപകനായ മൈക്കൽ പാറ്റ്നിക് പറയുന്നത് പോലെ ചില പാഠങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവ അനുഭവിച്ചറിയേണ്ടതുണ്ട്. നാം എല്ലാവരും വ്യത്യസ്ത രീതികളിൽ ആ സത്യത്തിൻ്റെ ഇരകളാണ്. 2006 നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ചിലെ സാമ്പത്തിക വിദഗ്ധരായ ഉൾറൈക്ക് മാൽമെൻജിയറും സ്റ്റെഫാൻ നാഗലും 50 വർഷത്തെ സർവേ ഓഫ് കൺസ്യൂമർ ഫിനാൻസിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. അമേരിക്കക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് വിശദമായി പരിശോധിക്കുന്നു. അവരുടെ പണം കൊണ്ട് സൈദ്ധാന്തികമായി ആളുകൾ അവരുടെ ലക്ഷ്യങ്ങളെയും ആ സമയത്ത് അവർക്ക് ലഭ്യമായ നിക്ഷേപ ഓപ്ഷനുകളുടെ സവിശേഷതകളുടെയും അടിസ്ഥാനമാക്കിയാണ് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ ആളുകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ആളുകളുടെ ജീവിതകാലത്തെ നിക്ഷേപ തീരുമാനങ്ങൾ നിക്ഷേപകർക്ക് അവരുടെ സ്വന്തം തലമുറയിലുണ്ടായ അനുഭവങ്ങളുമായി, പ്രത്യേകിച്ച് അവരുടെ മുതിർന്നവരുടെ ജീവിതത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധർ കണ്ടെത്തി. പണപ്പെരുപ്പം ഉയർന്ന സമയത്താണ് നിങ്ങൾ വളർന്നതെങ്കിൽ പണപ്പെരുപ്പം കുറഞ്ഞ സമയത്ത് വളർന്നവരെ അപേക്ഷിച്ച് പിന്നീടുള്ള ജീവിതത്തിൽ ബോണ്ടുകളിൽ നിങ്ങളുടെ പണത്തിൻ്റെ കുറവ് മാത്രമേ നിക്ഷേപിച്ചിട്ടുള്ളൂ. ഓഹരി വിപണി ശക്തമായിരുന്ന സമയത്ത് നിങ്ങൾ വളർന്നെങ്കിൽ ഓഹരികൾ ദുർബലമായിരുന്ന സമയത്ത് വളർന്നവരെ അപേക്ഷിച്ച് പിന്നീടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ പണത്തിൻ്റെ കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധർ എഴുതി, വ്യക്തിഗത നിക്ഷേപകരുടെ റിസ്ക് വഹിക്കാനുള്ള സന്നദ്ധത വ്യക്തിഗത ചരിത്രത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. ബുദ്ധിശക്തിയോ വിദ്യാഭ്യാസമോ പരിഷ്കൃതതയോ അല്ല, എപ്പോൾ എവിടെ ജനിച്ചു എന്നതിൻ്റെ വെറും മണ്ടൻ ഭാഗ്യം. 2019 ഫിനാൻഷ്യൽ ടൈംസ് പ്രശസ്ത ബോണ്ട് മാനേജറായ ബിൽ ഗ്രോസിനെ അഭിമുഖം നടത്തി. ഒരു പതിറ്റാണ്ട് മുമ്പോ അതിനുശേഷമോ ജനിച്ചിരുന്നെങ്കിൽ താൻ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ലെന്ന് ഗ്രോസ് സമ്മതിക്കുന്നു എന്ന് ലേഖനം പറയുന്നു. പലിശ നിരക്കുകളിലെ തലമുറകളുടെ തകർച്ചയുമായി ഗ്രോസിൻ്റെ കരിയർ ഏതാണ്ട് പൂർണ്ണമായും പൊരുത്തപ്പെട്ടു. ഇത് ബോണ്ട് വിലകൾക്ക് തിരിച്ചടിയായി. അത്തരമൊരു കാര്യം നിങ്ങൾ കണ്ടെത്തുന്ന അവസരങ്ങളെ മാത്രമല്ല, അവ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആ അവസരങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെയും അത് ബാധിക്കുന്നു. ഗ്രോസിനെ സംബന്ധിച്ചിടത്തോളം ബോണ്ടുകൾ സമ്പത്ത് സൃഷ്ടിക്കുന്ന യന്ത്രങ്ങളായിരുന്നു. ഉയർന്ന പണപ്പെരുപ്പത്തിലൂടെ വളർന്നതും സഹിച്ചതുമായ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തലമുറയ്ക്ക് അവ സമ്പത്ത് കത്തിക്കുന്നവയായി കാണാൻ കഴിയും. ആളുകൾ
ആളുകൾ പണം എങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്നതിലെ വ്യത്യാസങ്ങൾ ചെറുതല്ല. നിങ്ങൾക്ക് വളരെ സമാനമായി തോന്നുന്നവയിൽ പോലും. ഓഹരികൾ എടുക്കുക. നിങ്ങൾ 1970 ജനിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ കൗമാരത്തിലും 20കളിലും പണപ്പെരുപ്പത്തിനായി ക്രമീകരിച്ച S&P 500 ഏകദേശം 10 മടങ്ങ് വർദ്ധിച്ചു. അതൊരു അത്ഭുതകരമായ വരുമാനമാണ്. നിങ്ങൾ 1950 ജനിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ കൗമാരത്തിലും 20കളിലും പണപ്പെരുപ്പത്തിനായി ക്രമീകരിച്ചപ്പോൾ വിപണി അക്ഷരാർത്ഥത്തിൽ എങ്ങുമെത്തിയില്ല. ജനനവർഷത്തിൻ്റെ ആകസ്മികതയാൽ വേർപിരിഞ്ഞ 2 കൂട്ടം ആളുകൾ ഓഹരി വിപണി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെയാണ് ജീവിതത്തിലൂടെ കടന്നുപോകുന്നത്. നിങ്ങളുടെ കൗമാരത്തിലും 20കളിലും ഓഹരികൾ എന്താണ് ചെയ്തത്? ജനനം 1950 മുതൽ ജനനം 1970 വരെ. അല്ലെങ്കിൽ പണപ്പെരുപ്പം. നിങ്ങൾ 1960കളിലെ അമേരിക്കയിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ കൗമാരത്തിലും 70കളിലുമുള്ള പണപ്പെരുപ്പം, സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ചെറുപ്പവും മതിപ്പുളവാക്കുന്നതുമായ വർഷങ്ങൾ. വിലകൾ 3 ഇരട്ടിയിലധികം ഉയർത്തി. അത് വളരെ കൂടുതലാണ്. ഗ്യാസ് ലൈനുകളും ശമ്പള ചെക്കുകളും മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറവാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ 1990 ജനിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പണപ്പെരുപ്പം വളരെ താഴ്ന്ന നിലയിലായിരുന്നു. അതൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകില്ല. നിങ്ങളുടെ കൗമാരത്തിലും 20കളിലുമുള്ള വിലക്കയറ്റം വിലകളിൽ എന്തു ചെയ്തു? ജനനം 1960 മുതൽ ജനനം 1990 വരെ. 2009 നവംബറിൽ അമേരിക്കയിലെ ദേശീയ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 10%. എന്നാൽ 16നും 19നും ഇടയിൽ പ്രായമുള്ള ഹൈസ്കൂൾ ഡിപ്ലോമയില്ലാത്ത ആഫ്രിക്കൻ അമേരിക്കൻ പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ നിരക്ക് 49%. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള കോളേജ് ബിരുദമുള്ള കൊക്കേഷ്യൻ സ്ത്രീകൾക്ക് ഇത് 4%. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയിലെയും ജപ്പാനിലെയും പ്രാദേശിക സ്റ്റോക്ക് മാർക്കറ്റുകൾ തുടച്ചു നീക്കപ്പെട്ടു. മുഴുവൻ പ്രദേശങ്ങളും ബോംബാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു. യുദ്ധാവസാനത്തോടെ ജർമ്മൻ ഫാമുകൾ രാജ്യത്തെ പൗരന്മാർക്ക് ഒരു ദിവസം 1000 കലോറി നൽകാൻ ആവശ്യമായ ഭക്ഷണം മാത്രമേ ഉൽപ്പാദിപ്പിച്ചിരുന്നുള്ളൂ. 1941 മുതൽ 1945 അവസാനം വരെ സ്റ്റോക്ക് മാർക്കറ്റ് ഇരട്ടിയിലധികമായി വർദ്ധിച്ച US-ഉമായി ഇതിനെ താരതമ്യം ചെയ്യുക. സമ്പദ് വ്യവസ്ഥ ഏകദേശം 2 പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ശക്തമായിരുന്നു. ഈ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ ജീവിതകാലം മുഴുവൻ പണപ്പെരുപ്പത്തെക്കുറിച്ചോ ഓഹരി വിപണിയെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ പൊതുവെ പണത്തെക്കുറിച്ചോ ഇതേ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കടന്നുപോകുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. സാമ്പത്തിക വിവരങ്ങളോട് അവർ അതേ രീതിയിൽ പ്രതികരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അതേ പ്രോത്സാഹനങ്ങൾ അവരെ സ്വാധീനിക്കുന്നുവെന്ന് ആരും അനുമാനിക്കരുത്. ആരും അവർ ഒരേ ഉപദേശ സ്രോതസ്സുകളെ വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്താണ് പ്രധാനം? എന്താണ് വിലമതിക്കുന്നത്? അടുത്തതായി എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? മുന്നോട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? എന്നീ കാര്യങ്ങളിൽ അവർ യോജിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. പണത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്ത ലോകങ്ങളിലാണ് രൂപപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അതിരുകടന്നതായി കരുതുന്ന പണത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണം മറ്റൊരു കൂട്ടർക്ക് പൂർണ്ണമായി അർത്ഥവത്താകും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തായ്വാനിലെ വമ്പൻ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ ഫോക്സ്കോണിൻ്റെ ജോലി സാഹചര്യത്തെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. പലപ്പോഴും അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. വായനക്കാർ അസ്വസ്ഥരായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ കഥയ്ക്ക് ആകർഷകമായൊരു പ്രതികരണം ലഭിച്ചത് ഒരു ചൈനീസ് തൊഴിലാളിയുടെ അനന്തരവനിൽ നിന്നാണ്. അദ്ദേഹം കമൻ്റ് വിഭാഗത്തിൽ എഴുതി: എൻ്റെ അമ്മായി അമേരിക്കക്കാർ വിയർപ്പ് കടകൾ എന്ന് വിളിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നു. അത് കഠിനാധ്വാനമായിരുന്നു. നീണ്ട ജോലി സമയം, ചെറിയ വേതനം,
മോശം ജോലി സാഹചര്യങ്ങൾ ഈ ഫാക്ടറികളിൽ ഒന്നിൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അമ്മായി എന്താണ് ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ ഒരു വേശ്യയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആ പഴയ ജീവിതശൈലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വിയർപ്പ് കടയിൽ ജോലി ചെയ്യുക എന്ന ആശയം ഒരു പുരോഗതിയാണ്. നിരവധി പുരുഷന്മാർ തൻ്റെ ശരീരം പൈസയ്ക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്നതിനേക്കാൾ ഒരു മുതലാളിത്ത മുതലാളിയാൽ $2 ചൂഷണം ചെയ്യപ്പെടുന്നതാണ് എൻ്റെ അമ്മായിക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പല അമേരിക്കക്കാരും ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നെ അസ്വസ്ഥനാക്കുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടേതുപോലുള്ള അവസരങ്ങൾ നമുക്കില്ല. നമ്മുടെ സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ വ്യത്യസ്തമാണ്. രാജ്യം വ്യത്യസ്തമാണ്. അതെ, ഫാക്ടറി കഠിനാധ്വാനമാണ്. അത് മികച്ചതായിരിക്കുമോ? അതെ, പക്ഷേ നിങ്ങൾ അത്തരം ജോലികളെ അമേരിക്കൻ ജോലികളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രം. ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ഭാഗം ശക്തമായി വാദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു ഭാഗം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം അവബോധപൂർവം കറുപ്പും വെളുപ്പും ആയിരിക്കണമെന്ന് കരുതുന്ന വിഷയങ്ങളിൽ വ്യത്യസ്ത അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലേക്ക് എങ്ങനെ നയിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ആളുകൾ പണം ഉപയോഗിച്ച് എടുക്കുന്ന ഓരോ തീരുമാനവും ന്യായീകരിക്കപ്പെടുന്നത് ആ നിമിഷം അവർക്കുള്ള വിവരങ്ങൾ എടുത്ത് അത് അവരുടെ പക്കലുള്ള ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയാണ്. ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സവിശേഷമായ മാനസിക മാതൃക അത്തരം ആളുകൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകാൻ കഴിയും. അവർക്ക് അപൂർണമായ വിവരങ്ങൾ ഉണ്ടായിരിക്കാം. അവർക്ക് ഗണിതത്തിൽ മോശമാകാം. ചീഞ്ഞ മാർക്കറ്റിങ്ങിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കൊരു ധാരണയുമില്ലായിരിക്കാം. അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അവർക്ക് തെറ്റായി വിലയിരുത്താൻ കഴിയും. ഓ, അവർക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്നാൽ ഒരു വ്യക്തി എടുക്കുന്ന ഓരോ സാമ്പത്തിക തീരുമാനവും ആ നിമിഷം അവർക്ക് അർത്ഥവത്തായി തോന്നുകയും അവർ പരിശോധിക്കേണ്ട ബോക്സുകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. അവർ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണത് ചെയ്യുന്നതെന്നും അവർ സ്വയം ഒരു കഥ പറയുന്നു. ആ കഥ അവരുടെ സ്വന്തം അതുല്യമായ അനുഭവങ്ങളാൽ രൂപപ്പെട്ടതാണ്. ഒരു ലളിതമായ ഉദാഹരണം എടുക്കുക: ലോട്ടറി ടിക്കറ്റുകൾ. സിനിമകൾ, വീഡിയോ ഗെയിമുകൾ, സംഗീതം, കായിക മത്സരങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക അമേരിക്കക്കാർ ഇവയ്ക്കായി ചെലവഴിക്കുന്നു. ആരാണ് അവ വാങ്ങുക? കൂടുതലും ദരിദ്രരായ ആളുകളാണ്. US-ലെ ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ലോട്ടറി ടിക്കറ്റുകൾക്കായി പ്രതിവർഷം ശരാശരി $412 ചെലവഴിക്കുന്നു. ഉയർന്ന വരുമാനമുള്ള ഗ്രൂപ്പുകളിലുള്ളവരുടെ 4 ഇരട്ടിയാണിത്. 40% അമേരിക്കക്കാർക്കും അടിയന്തരാവസ്ഥയിൽ $400 കണ്ടെത്താൻ കഴിയില്ല. അതായത് $400 ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നവർ. അടിയന്തരാവസ്ഥയിൽ $400 നേടാൻ കഴിയില്ലെന്ന് പറയുന്ന അതേ ആളുകളാണ് വലിയ തോതിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒന്നിനു നേരെ അവർ തങ്ങളുടെ സുരക്ഷാ വലകൾ പൊട്ടിക്കുന്നു. എനിക്കത് ഭ്രാന്താണെന്ന് തോന്നുന്നു. നിങ്ങൾക്കും അത് ഭ്രാന്താണെന്ന് തോന്നാം. പക്ഷേ ഞാൻ ഏറ്റവും താഴ്ന്ന വരുമാനക്കാരിൽ പെട്ട ആളല്ല. നിങ്ങളും അങ്ങനെയല്ലായിരിക്കാം. അതുകൊണ്ട് താഴ്ന്ന വരുമാനക്കാരായ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നവരുടെ ഉപബോധ മനസ്സിൻ്റെ ന്യായവാദം തമ്മിൽ പലർക്കും അവബോധപൂർവം ഗ്രഹിക്കാൻ പ്രയാസമാണ്. പക്ഷേ അല്പം പരിശ്രമിക്കുക. നിങ്ങൾക്കിതുപോലെയാകുമെന്ന് സങ്കല്പിക്കാൻ കഴിയും. ശമ്പളം മാത്രം അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സമ്പാദ്യം ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതായി തോന്നുന്നു. ഉയർന്ന വേതനത്തിനുള്ള ഞങ്ങളുടെ സാധ്യതകൾ അപ്രാപ്യമാണെന്ന് തോന്നുന്നു. നല്ല അവധിക്കാലങ്ങൾ, പുതിയ കാറുകൾ, ആരോഗ്യ ഇൻഷുറൻസ്, സുരക്ഷിതമായ അയൽപ്പക്കങ്ങളിലെ വീടുകൾ എന്നിവ ഞങ്ങൾക്ക് താങ്ങാനാവില്ല. കടബാധ്യതയില്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ കോളേജ് പഠനത്തിന് വിടാൻ കഴിയില്ല. ധനകാര്യ പുസ്തകങ്ങൾ വായിക്കുന്ന നിങ്ങൾക്ക് പലതും എപ്പോഴുണ്ട്, അല്ലെങ്കിൽ ലഭിക്കാൻ നല്ല അവസരമുണ്ട്. നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കിതിനകം ഉള്ളതും നിസ്സാരമായി കാണുന്നതുമായ നല്ല കാര്യങ്ങൾ നേടുക എന്ന ഒരു യഥാർത്ഥ സ്വപ്നം കാണാൻ കഴിയുന്ന ഒരേ ഒരു സമയം ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങലാണ്.
നമ്മളൊരു സ്വപ്നത്തിന് പണം നൽകുകയാണ്. നിങ്ങൾ ഇതിനകം ഒരു സ്വപ്നം ജീവിക്കുന്നതിനാൽ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ടിക്കറ്റ് വാങ്ങുന്നത്. ഈ ന്യായവാദത്തോട് നിങ്ങൾ യോജിക്കേണ്ടതില്ല. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നത് ഇപ്പോഴും ഒരു മോശം ആശയമാണ്. പക്ഷേ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന എന്തുകൊണ്ടാണ് തുടരുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങൾ ചെയ്യുന്നത് ഭ്രാന്താണെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾ എന്തിനാണത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകും എന്ന ആശയം നമ്മുടെ പല സാമ്പത്തിക തീരുമാനങ്ങളുടെയും മൂലകാരണം വെളിപ്പെടുത്തുന്നു. ചുരുക്കം ചിലർ മാത്രമേ ഒരു സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നുള്ളൂ. അവർ അത് അത്താഴമേശയിലോ കമ്പനി മീറ്റിങ്ങിലോ എടുക്കുന്നു. വ്യക്തിപരമായ ചരിത്രം, ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം അദ്വിതീയ വീക്ഷണം, അഹങ്കാരം, അഭിമാനം, മാർക്കറ്റിംഗ്, വിചിത്രമായ പ്രോത്സാഹനങ്ങൾ എന്നിവ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ആഖ്യാനത്തിലേക്ക് ഒരുമിച്ച് ചേർക്കുന്ന സ്ഥലങ്ങൾ. പണപരമായ തീരുമാനങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുള്ളതും ഇത്രയധികം മോശം പെരുമാറ്റങ്ങളുള്ളതും എന്തുകൊണ്ടാണ്? വിശദീകരിക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഈ വിഷയം എത്രത്തോളം പുതിയതാണെന്ന് തിരിച്ചറിയുക എന്നതാണ്. പണം വളരെ കാലമായി നിലവിലുണ്ട്. ഇപ്പോൾ തുർക്കിയുടെ ഭാഗമായ ലിഡിയയിലെ രാജാവായ അലിയാറ്റസ് BC 600-ൽ ആദ്യത്തെ ഔദ്യോഗിക കറൻസി സൃഷ്ടിച്ചതായി കരുതപ്പെടുന്നു. എന്നാൽ പണതീരുമാനങ്ങളുടെ ആധുനിക അടിത്തറ ലാഭിക്കൽ നിക്ഷേപം പ്രായോഗികമായി ശിശുക്കളായ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വിരമിക്കൽ എടുക്കുക. 2018 അവസാനത്തോടെ US വിരമിക്കൽ അക്കൗണ്ടുകളിൽ $27 ട്രില്യൺ ഉണ്ടായിരുന്നു. ഇത് സാധാരണ നിക്ഷേപകരുടെ സമ്പാദ്യ നിക്ഷേപ തീരുമാനങ്ങളുടെ പ്രധാന ചാലകശക്തിയാക്കി മാറ്റി. എന്നാൽ വിരമിക്കലിന് അർഹതയുണ്ടെന്ന ആശയം മുഴുവൻ പരമാവധി 2 തലമുറകൾ പഴക്കമുള്ളതാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് മിക്ക അമേരിക്കക്കാരും മരിക്കുന്നതുവരെ ജോലി ചെയ്തിരുന്നു. അതായിരുന്നു പ്രതീക്ഷയും യാഥാർത്ഥ്യവും. 1940-കൾ വരെ 65 വയസ്സും അതിൽ കൂടുതലുമുള്ള പുരുഷന്മാരുടെ തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്ക് 50% കൂടുതലായിരുന്നു. ഇത് മാറ്റുക എന്നതായിരുന്നു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ലക്ഷ്യം. എന്നാൽ അതിൻ്റെ പ്രാരംഭ ആനുകൂല്യങ്ങൾ ശരിയായ പെൻഷൻ അടുത്തുപോലും എത്തിയില്ല. 1940-ൽ ഇടമേ ഫുള്ളർ ആദ്യത്തെ സോഷ്യൽ സെക്യൂരിറ്റി ചെക്ക് പണമാക്കി മാറ്റിയപ്പോൾ അത് $72.54 ആയിരുന്നു. അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനായി ക്രമീകരിച്ച $416 1980-കളിൽ മാത്രമാണ് വിരമിച്ചവർക്കുള്ള ശരാശരി സോഷ്യൽ സെക്യൂരിറ്റി ചെക്ക് പണപ്പെരുപ്പത്തിനായി ക്രമീകരിച്ച പ്രതിമാസം $1000 കവിഞ്ഞത്. 65 വയസ്സിന് മുകളിലുള്ള അമേരിക്കക്കാരിൽ 4/1 കൂടുതൽ പേരെ 1960-കളുടെ അവസാനം വരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരായി സെൻസസ് ബ്യൂറോ തരംതിരിച്ചിരിക്കുന്നു. എല്ലാവർക്കും സ്വകാര്യ പെൻഷൻ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വ്യാപകമായ ഒരു വിശ്വാസം നിലവിലുണ്ട്. എന്നാൽ ഇത് അതിശയോക്തിപരമാണ്. എംപ്ലോയി ബെനിഫിറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിശദീകരിക്കുന്നു. 1975-ൽ 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരിൽ 4/1 പേർക്ക് മാത്രമേ പെൻഷൻ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാഗ്യ ന്യൂനപക്ഷത്തിൽ കുടുംബ വരുമാനത്തിൻ്റെ 15% മാത്രമേ പെൻഷനിൽ നിന്ന് ലഭിച്ചിരുന്നുള്ളൂ. വിരമിക്കണമെന്നുള്ള വർദ്ധിച്ചുവരുന്ന ആഗ്രഹത്തെക്കുറിച്ച്, എന്നാൽ തുടർച്ചയായ കഴിവില്ലായ്മയെക്കുറിച്ച് 1955-ൽ ന്യൂയോർക്ക് ടൈംസ് എഴുതി. ഒരു പഴയ ചൊല്ല് പുനഃക്രമീകരിക്കാൻ എല്ലാവരും വിരമിക്കലിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. 1980-കൾ വരെ എല്ലാവർക്കും മാന്യമായൊരു വിരമിക്കൽ അർഹിക്കുന്നു, അത് ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന ആശയം വേരൂന്നിയില്ല. അന്നു മുതൽ ആ മാന്യമായ വിരമിക്കൽ നേടാനുള്ള മാർഗം എല്ലാവരും സ്വന്തം പണം സമ്പാദിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയായിരുന്നു. ഈ ആശയം എത്ര പുതിയതാണെന്ന് ഞാൻ ആവർത്തിക്കട്ടെ. അമേരിക്കൻ വിരമിക്കലിൻ്റെ നട്ടെല്ലുള്ള സേവിങ്സ് വാഹനമായ 401k
1978 വരെ നിലവിലില്ലായിരുന്നു. 1998 വരെ റോത്ത് IRA ജനിച്ചിരുന്നില്ല. അത് ഒരു വ്യക്തിയാണെങ്കിൽ അത് കുടിക്കാൻ മാത്രം പ്രായമാകുമായിരുന്നു. നമ്മളിൽ പലരും വിരമിക്കലിനായി സമ്പാദ്യവും നിക്ഷേപവും നടത്തുന്ന കാര്യത്തിൽ മോശക്കാരാണെന്നതിൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മൾ ഭ്രാന്തന്മാരല്ല. നാം എല്ലാവരും പുതുമുഖങ്ങളാണ്. കോളേജിനും അങ്ങനെ തന്നെ. 25 വയസ്സിന് മുകളിലുള്ള ബാച്ചിലർ ബിരുദമുള്ള അമേരിക്കക്കാരുടെ അനുപാതം 1940-ൽ 20-ൽ 1 താഴെ ആയിരുന്നുവെന്ന് 2015 ആയപ്പോഴേക്കും 4-ൽ 1 കുറഞ്ഞു. ആ സമയത്തെ ശരാശരി കോളേജ് ട്യൂഷൻ ഫീസ് പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട് 4 ഇരട്ടിയിലധികം വർദ്ധിച്ചു. സമൂഹത്തെ ഇത്ര വേഗത്തിൽ ബാധിക്കുന്ന വളരെ വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം, ഉദാഹരണത്തിന് കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ വിദ്യാർത്ഥി വായ്പകളുടെ കാര്യത്തിൽ ഇത്രയധികം ആളുകൾ മോശം തീരുമാനങ്ങൾ എടുത്തതിൻ്റെ കാരണം വിശദീകരിക്കുന്നു. പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തിൽ നിന്ന് പഠിക്കാൻ പോലും ശ്രമിക്കേണ്ടതില്ല. ഞങ്ങൾ അത് പിന്തുടരുകയാണ്. 50 വർഷത്തിൽ താഴെ പഴക്കമുള്ള ഇൻഡെക്സ് ഫണ്ടുകൾക്കും ഇത് ബാധകമാണ്. കഴിഞ്ഞ 25 വർഷമായി ഉയർന്ന വളർച്ച കൈവരിക്കാത്ത ഹെഡ്ജ് ഫണ്ടുകളും ഉപഭോക്തൃ കടം, മോൾട്ട്ഗേജുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, കാർ വായ്പകൾ എന്നിവയുടെ വ്യാപകമായ ഉപയോഗം പോലും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് കടം വാങ്ങുന്നത് GI ബിൽ എളുപ്പമാക്കിയപ്പോഴാണ് അത് ആരംഭിച്ചത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നായ്ക്കളെ വളർത്തിയിരുന്നു. ഇപ്പോഴും അവയുടെ കാട്ടുപൂർവികരുടെ ചില സ്വഭാവ രീതികൾ നിലനിർത്തുന്നു. എന്നിരുന്നാലും ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ 70 മുതൽ 50 വർഷം വരെ പരിചയസമ്പത്തുള്ള നമ്മൾ പൂർണ്ണമായും പൊരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു. വികാരത്താലും വസ്തുതയാലും വളരെയധികം സ്വാധീനിക്കപ്പെടുന്ന ഒരു വിഷയത്തിന് ഇതൊരു പ്രശ്നമാണ്. പണം ഉപയോഗിച്ച് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്നതിൻ്റെ വിശദീകരണം ഇത് സഹായിക്കുന്നു. നമ്മളെല്ലാവരും പണം ഉപയോഗിച്ച് ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം നമ്മളെല്ലാം ഈ ഗെയിമിൽ താരതമ്യേന പുതിയവരാണ്. നിങ്ങൾക്ക് ഭ്രാന്തായി തോന്നുന്നത് എനിക്ക് അർത്ഥവത്തായി തോന്നിയേക്കാം. പക്ഷേ ആരും ഭ്രാന്തന്മാരല്ല. നാം എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം അതുല്യമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതൊരു പ്രത്യേക നിമിഷത്തിൽ നമുക്ക് അർത്ഥവത്തായി തോന്നും. ഇനി ബിൽ ഗേറ്റ്സ് എങ്ങനെ സമ്പന്നനായി എന്നതിനെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. അധ്യായം 2. ഭാഗ്യവും അപകടവും. ഒന്നും തോന്നുന്നത്ര നല്ലതോ ചീത്തയോ അല്ല. ലക്കും റിസ്ക്കും സഹോദരങ്ങളാണ്. ജീവിതത്തിലെ ഓരോ ഫലവും നയിക്കപ്പെടുന്നു എന്നതിലുപരി അവർ രണ്ടുപേരും വ്യക്തിഗത പരിശ്രമത്താൽ യാഥാർത്ഥ്യ ശക്തികളാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ സ്കോട്ട് ഗാലോവേയുടെ ഒരു ആശയം ഓർമ്മിക്കേണ്ടതുണ്ട്. നിങ്ങളുടെയും മറ്റുള്ളവരുടെയും വിജയത്തെ വിലയിരുത്തുമ്പോൾ അത് വളരെ പ്രധാനമാണ്. ഒന്നും തോന്നുന്നത്ര നല്ലതോ ചീത്തയോ അല്ല. ലോകത്തിലെ കമ്പ്യൂട്ടറുള്ള ഏക ഹൈസ്കൂളുകളിലൊന്നാണ് ബിൽ ഗേറ്റ്സ് പഠിച്ചത്. സിയാറ്റിലിന് തൊട്ടടുത്തുള്ള ലോക്ക് സൈഡ് സ്കൂളിന് ഒരു കമ്പ്യൂട്ടർ പോലും എങ്ങനെ ലഭിച്ചു എന്നതിൻ്റെ കഥ ശ്രദ്ധേയമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാവികസേനയിൽ നിന്ന് പൈലറ്റായി മാറിയ ബിൽ ഡൗഗൽ ഹൈസ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. യഥാർത്ഥ ലോകാനുഭവമില്ലാതെ പുസ്തക പഠനം മാത്രം പോരാ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കോളേജിലെത്തുമ്പോൾ കമ്പ്യൂട്ടറുകളെക്കുറിച്ച് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അന്തരിച്ച മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ പോൾ അലൻ ഓർമ്മിച്ചു. 1968 ഡൗഗൽ ലോക്സൈഡ് സ്കൂൾ മദേഴ്സ് ക്ലബിൻ്റെ വാർഷിക റമ്മേജ് വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഏകദേശം $3000 ഉപയോഗിച്ച് ജനറൽ ഇലക്ട്രിക് മെയിൻ ഫ്രെയിം ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ടെലിടൈപ്പ് മോഡൽ 30 കമ്പ്യൂട്ടർ സമയം പങ്കിടലിനായി പാട്ടത്തിന് നൽകണമെന്ന് അപേക്ഷിച്ചു. സമയം പങ്കിടലിൻ്റെ മുഴുവൻ ആശയവും 1965 മാത്രമാണ് കണ്ടുപിടിച്ചത്. ഗേറ്റ്സ് പിന്നീട് പറഞ്ഞു, ആരോ വളരെ ഭാവിയിലേക്കുള്ള ഒരു കണ്ണുള്ള ആളായിരുന്നു. മിക്ക യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് സ്കൂളുകളിലും അടുത്തെങ്ങും കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. കാരണം
8ാം ക്ലാസ്സിൽ ബിൽഗേറ്റ്സിന് ലഭ്യമായിരുന്നതുപോലെ അവൻ ഇത്ര പുരോഗമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അത് മതിയാകുന്നില്ല. 1968 ഗേറ്റ്സിന് 13 വയസ്സുള്ളപ്പോഴാണ് സഹപാഠിയായ പോൾ അലനെ കണ്ടുമുട്ടിയത്. സ്കൂളിലെ കമ്പ്യൂട്ടറിൽ അലനും അമിതഭ്രമം അനുഭവിച്ചിരുന്നു. ഇരുവരും അത് ഇഷ്ടപ്പെട്ടു. ലേക്ക് സൈഡിൻ്റെ കമ്പ്യൂട്ടർ പൊതു പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. അതൊരു സ്വതന്ത്ര പഠന പരിപാടിയായിരുന്നു. ബില്ലിനും പോളിനും ഒഴിവു സമയങ്ങളിൽ അത് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. വാരാന്ത്യങ്ങളിൽ സ്കൂൾ കഴിഞ്ഞ് രാത്രി വൈകിയും അവരുടെ സർഗാത്മകത കാട്ടിലേക്കൊഴുകിയെത്തി. അവർ പെട്ടെന്ന് കമ്പ്യൂട്ടിംഗ് വിദഗ്ധരായി. ഒരു രാത്രി വൈകിയുള്ള സെഷനിൽ ഗേറ്റ്സ് ഒരു ഫോർച്യൂൺ മാഗസിൻ കാണിച്ചുകൊണ്ട് ചോദിച്ചത് അലൻ ഓർത്തു. ഒരു ഫോർച്യൂൺ 500 കമ്പനി നടത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കരുതുന്നു? തനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്ന് അലൻ പറഞ്ഞു. ഒരു പക്ഷേ നമുക്ക് ഒരു ദിവസം സ്വതന്ത്രമായി ഒരു കമ്പ്യൂട്ടർ കമ്പനി ഉണ്ടായേക്കാം, ഗേറ്റ്സ് പറഞ്ഞു. മൈക്രോസോഫ്റ്റിന് ഇപ്പോൾ $1 ട്രില്യൺ മൂല്യമുണ്ട്. ഒരു ചെറിയ ദ്രുതഗണിതം. ഐക്യരാഷ്ട്ര സഭയുടെ കണക്കനുസരിച്ച് 1968 ലോകത്തെ ഏകദേശം 303 ദശലക്ഷം ഹൈസ്കൂൾ പ്രായത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അവരിൽ ഏകദേശം 18 ദശലക്ഷം പേർ അമേരിക്കയിലാണ് താമസിച്ചിരുന്നത്. അവരിൽ ഏകദേശം 2,70,000 പേർ വാഷിംഗ്ടൺ സ്റ്റേറ്റിലാണ് താമസിച്ചിരുന്നത്. അവരിൽ 1,00,000-ലധികം പേർ സിയാറ്റിൽ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അവരിൽ ഏകദേശം 300 പേർ മാത്രമാണ് ലോക്സൈഡ് സ്കൂളിൽ ചേർന്നത്. 303 ദശലക്ഷത്തിൽ തുടങ്ങി 300-ൽ അവസാനിക്കുക. ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ പണവും ദീർഘവീക്ഷണവും സംയോജിപ്പിച്ച ഹൈസ്കൂളുകളിൽ 1 ദശലക്ഷത്തിൽ ഒരാൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടി. ബിൽഗേറ്റ്സ് അവരിൽ ഒരാളായിരുന്നു. ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഗേറ്റ്സിനൊരു ലജ്ജയുമില്ല. ലേക്ക് സൈഡ് ഇല്ലായിരുന്നെങ്കിൽ മൈക്രോസോഫ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. 2005 സ്കൂളിൻ്റെ ബിരുദദാന ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞു. ഗേറ്റ്സ് അതിശയകരമാം വിധം മിടുക്കനും അതിലും കഠിനാധ്വാനിയുമാണ്. കൗമാരപ്രായത്തിൽ കമ്പ്യൂട്ടറുകളെക്കുറിച്ചുള്ള ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് മിക്ക പരിചയസമ്പന്നരായ കമ്പ്യൂട്ടർ എക്സിക്യൂട്ടീവുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ലേക്ക് സൈഡിലെ സ്കൂളിൽ പോയി ദശലക്ഷത്തിൽ 1 എന്ന നിലയിൽ അദ്ദേഹം തുടക്കം കുറിച്ചു. ഇനി ഗേറ്റ്സിൻ്റെ സുഹൃത്ത് കെൻറ്റ് ഇവാൻസിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഭാഗ്യത്തിൻ്റെ അടുത്ത സഹോദരനായ അപകടസാധ്യതയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. മൈക്രോസോഫ്റ്റിൻ്റെ വിജയത്തിന് നന്ദി ബിൽഗേറ്റ്സും പോൾ അലനും വീട്ടുപേരുകളായി മാറി. എന്നാൽ ലേക്ക് സൈഡിൽ ഹൈസ്കൂൾ കമ്പ്യൂട്ടർ പ്രതിഭകളുടെ ഈ സംഘത്തിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ വെച്ചാണ് കെൻറ്റ് ഇവാൻസും ബിൽഗേറ്റ്സും ഉറ്റ സുഹൃത്തുക്കളായത്. ഗേറ്റ്സിൻ്റെ സ്വന്തം വിവരണത്തിൽ ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു ഇവാൻസ്. അതിശയകരമായ അളവുകളിലാണ് ഇരുവരും ഫോണിൽ സംസാരിച്ചത്. ഇൻസൈഡ് ബിൽസ് ബ്രെയിൻ എന്ന ഡോക്യുമെൻ്ററിയിൽ ഗേറ്റ്സ് ഓർമ്മിക്കുന്നു. കെൻറ്റിൻ്റെ ഫോൺ നമ്പർ ഇപ്പോഴും എനിക്കറിയാം, അദ്ദേഹം പറയുന്നു. 525-7851. ഗേറ്റ്സിനെയും അലനെയും പോലെ കമ്പ്യൂട്ടറുകളിൽ ഇവാൻസും വൈദഗ്ധ്യം നേടിയിരുന്നു. സ്കൂളിൻ്റെ ക്ലാസ് ഷെഡ്യൂൾ സ്വമേധയാ തയ്യാറാക്കാൻ ലേക്ക് സൈഡ് ഒരിക്കൽ പാടുപെട്ടു. മറ്റു കോഴ്സുകളുമായി പൊരുത്തപ്പെടാത്ത ക്ലാസുകൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിന് സങ്കീർണമായ ഒരു കുഴപ്പമായിരുന്നു അത്. പ്രശ്നം പരിഹരിക്കുന്നതിനായി ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നിർമ്മിക്കാൻ സ്കൂൾ ബില്ലിനെയും കെൻറ്റിനെയും കുട്ടികളെ ഏതായാലും ചുമതലപ്പെടുത്തി. അത് പ്രവർത്തിച്ചു. പോൾ അലനിൽ നിന്ന് വ്യത്യസ്തമായി കെൻറ്റ് ബില്ലിൻ്റെ ബിസിനസ് മനസ്സും അനന്തമായ അഭിലാഷവും പങ്കിട്ടു. കെൻറ്റിന് എപ്പോഴും അഭിഭാഷകൻ്റെ ബ്രീഫ് കേസ് പോലെ വലിയ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. ഗേറ്റ്സ് ഓർമ്മിക്കുന്നു. ഭാവിയിൽ 5-6 വർഷത്തിനുള്ളിൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ഞങ്ങൾ എപ്പോഴും ആസൂത്രണം ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ CEO-മാരാകണോ? നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയും? നമ്മൾ ജനറൽമാരാകണോ? നമ്മൾ അംബാസഡർമാരാകണോ? എന്തു തന്നെയായാലും ബില്ലിനും കെൻറ്റിനും അതൊരുമിച്ച് ചെയ്യുമെന്ന് അറിയാമായിരുന്നു. കെൻറ്റുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഓർമ്മിച്ച ശേഷം ഗേറ്റ്സ് പിന്നോട്ടു പോകുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടർന്നേനെ.
ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പോകുമായിരുന്നു എന്നെനിക്കുറപ്പുണ്ട്. കെൻറ്റിന് ഗേറ്റ്സും അലനും ചേർന്ന് മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപക പങ്കാളിയാകാമായിരുന്നു. പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് കെൻറ്റ് ഒരു പർവ്വതാരോഹണ അപകടത്തിൽ മരിച്ചു. അമേരിക്കയിൽ എല്ലാ വർഷവും ഏകദേശം 30 ഡസൻ പർവ്വതാരോഹണ മരണങ്ങൾ സംഭവിക്കുന്നു. ഹൈസ്കൂളിൽ ഒരു പർവ്വതത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത ഏകദേശം 1 ദശലക്ഷത്തിൽ 1. ബിൽഗേറ്റ്സിന് ദശലക്ഷത്തിൽ ഒരു ഭാഗ്യം ലഭിച്ചു. അവസാനിച്ചത് ലേക്ക് സൈഡ്. കെൻറ്റ് ഇവാൻസും ഗേറ്റ്സും നേടാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാതെ ദശലക്ഷത്തിൽ ഒരു അപകട സാധ്യത അനുഭവിച്ചു. വിപരീത ദിശകളിൽ പ്രവർത്തിക്കുന്ന അതേ ശക്തി, അതേ വ്യാപ്തി, ജീവിതത്തിലെ ഓരോ ഫലവും വ്യക്തിഗത പരിശ്രമമൊഴികെയുള്ള ശക്തികളാൽ നയിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഭാഗ്യവും അപകട സാധ്യതയും. അവ വളരെ സമാനമാണ്. മറ്റൊന്നിനായി തുല്യമായി ബഹുമാനിക്കാതെ നിങ്ങൾക്കൊന്നിൽ വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങളുടെ 100% പ്രവൃത്തികളും നിങ്ങളുടെ 100% ഫലങ്ങളും നിർദ്ദേശിക്കാൻ അനുവദിക്കാൻ ലോകം വളരെ സങ്കീർണമായതിനാലാണ് അവ രണ്ടും സംഭവിക്കുന്നത്. അവ ഒരേ കാര്യത്താൽ നയിക്കപ്പെടുന്നു. 7 ബില്യൺ മറ്റാളുകളും അനന്തമായ ചലിക്കുന്ന ഭാഗമുള്ള ഒരു ഗെയിമിൽ നിങ്ങൾ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള പ്രവർത്തനങ്ങളുടെ ആകസ്മികമായ ആഘാതം നിങ്ങൾ ബോധപൂർവം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അനന്തരഫലങ്ങൾ ഉണ്ടാക്കും. പക്ഷേ രണ്ടും അളക്കാൻ വളരെ പ്രയാസമുള്ളതും അംഗീകരിക്കാൻ പ്രയാസമുള്ളതുമാണ്. അതിനാൽ അവ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. ഓരോ ബിൽഗേറ്റ്സിനും തുല്യമായി കഴിവുള്ളവനും ലക്ഷ്യബോധമുള്ളവനുമായ ഒരു കെൻറ്റ് ഇവാൻസ് ഉണ്ട്. പക്ഷേ ഒടുവിൽ ജീവിതത്തിൻ്റെ മറുവശത്ത് എത്തിപ്പെട്ടു. നിങ്ങൾ ഭാഗ്യം നൽകുകയും അവരുടെ ശരിയായ ബഹുമാനം അപകടത്തിലാക്കുകയും ചെയ്താൽ ആളുകളുടെ സാമ്പത്തിക വിജയത്തെ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും വിലയിരുത്തുമ്പോൾ അതൊരിക്കലും തോന്നുന്നത്ര നല്ലതോ ചീത്തയോ അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ഷില്ലറോട് ചോദിച്ചു, നിക്ഷേപത്തെക്കുറിച്ച് നമുക്കറിയാൻ കഴിയാത്ത എന്താണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്? വിജയകരമായ ഫലങ്ങളിൽ ഭാഗ്യത്തിൻ്റെ കൃത്യമായ പങ്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആരും കരുതുന്നില്ല ഭാഗ്യം സാമ്പത്തിക വിജയത്തിൽ ഒരു പങ്കു വഹിക്കുന്നില്ല എന്ന്. എന്നാൽ ഭാഗ്യം അളക്കാൻ പ്രയാസമുള്ളതിനാലും ആളുകളുടെ വിജയത്തിന് അത് കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നത് അസഭ്യമായതിനാലും വിജയത്തിൻ്റെ ഒരു ഘടകമായി ഭാഗ്യത്തെ പരോക്ഷമായി അവഗണിക്കുക എന്നതാണ് പലപ്പോഴും സ്ഥിരസ്ഥിതി നിലപാട്. ലോകത്ത് 1 ബില്യൺ നിക്ഷേപമുണ്ട്. യാദൃശ്ചികമായി പറഞ്ഞാൽ അവരിൽ 10 പേർ പ്രധാനമായും ഭാഗ്യം കൊണ്ട് ശതകോടീശ്വരന്മാരാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമോ? നിങ്ങൾ മറുപടി പറയും, തീർച്ചയായും. എന്നാൽ ആ നിക്ഷേപകരുടെ പേര് അവരുടെ മുഖത്ത് പറയാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പിന്മാറാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഭാഗ്യം വിജയമാണെന്ന് പറയുന്നത് നിങ്ങളെ അസൂയയുള്ളവനും ദുഷ്ടനുമാക്കുന്നു. അതുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും സ്വയം വിധിക്കുമ്പോൾ ഭാഗ്യം വിജയമാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തത്ര നിരാശാജനകമായിരിക്കും. സഹോദരങ്ങൾക്കിടയിലെ വരുമാനം ഉയരത്തേക്കാളോ ഭാരത്തേക്കാളോ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഭാസ്കർ മജുംദാർ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ സമ്പന്നനും ഉയരമുള്ളവനുമാണെങ്കിൽ നിങ്ങളുടെ സഹോദരൻ ഉയരത്തേക്കാൾ സമ്പന്നനാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് സത്യമാണെന്ന് നമ്മളിൽ മിക്കവർക്കും അവബോധപൂർവം അറിയാമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരവും നിങ്ങൾക്കായി തുറക്കുന്ന വാതിലുകളും നിങ്ങളുടെ മാതാപിതാക്കളുടെ സാമൂഹിക സാമ്പത്തിക നിലയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ 2 സമ്പന്നരായ സഹോദരന്മാരെ എനിക്ക് കണ്ടെത്തൂ. ഈ പഠനത്തിലെ കണ്ടെത്തലുകൾ തങ്ങൾക്ക് ബാധകമല്ലെന്ന് കരുതുന്ന 2 പുരുഷന്മാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാപ്പരത്തം മുതൽ വ്യക്തിപരമായ ലക്ഷ്യം കൈവരിക്കാത്തത് വരെയുള്ള പരാജയവും ഒരുപോലെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. പരാജയപ്പെട്ട ബിസിനസ്സുകൾ വേണ്ടത്ര കഠിനമായി ശ്രമിച്ചില്ലേ? മോശം നിക്ഷേപങ്ങളെക്കുറിച്ച് നന്നായി ചിന്തിച്ചില്ലേ? മടിമൂലമാണോ വൈദ്യുതീയ കരിയർ? ചിലപ്പോൾ അതെ, തീർച്ചയായും. പക്ഷേ എത്ര? അതറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്.
പിന്തുടരേണ്ട എല്ലാത്തിനും വിജയിക്കാനുള്ള സാധ്യത 100% താഴെയാണ്. ആ സമവാക്യത്തിൻ്റെ നിർഭാഗ്യകരമായ വശത്ത് നിങ്ങളെത്തുമ്പോൾ സംഭവിക്കുന്നത് അപകട സാധ്യതയാണ്. ഭാഗ്യത്തിൻ്റെ കാര്യത്തിലെന്ന പോലെ ബോധപൂർവമായ തീരുമാനവും അപകട സാധ്യതയും എത്രത്തോളം ഫലമായിരുന്നുവെന്ന് വേർതിരിച്ചറിയാൻ ശ്രമിച്ചാൽ കഥ വളരെ കഠിനവും വളരെ കുഴപ്പമുള്ളതും വളരെ സങ്കീർണവുമായിത്തീരുന്നു. ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് 5 വർഷത്തിന് ശേഷം അതെവിടെയും എത്തിയില്ല എന്ന് കരുതുക. ആദ്യം തന്നെ അത് വാങ്ങിയതിലൂടെ ഞാനൊരു മോശം തീരുമാനമെടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. 80% പണം സമ്പാദിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല തീരുമാനമാണ് ഞാൻ എടുത്തത്. 20% ഭാഗ്യവശാൽ ഞാൻ ആ തീരുമാനത്തിൽ എത്തിപ്പെടാനും സാധ്യതയുണ്ട്. ഏതാണ് ഏതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഞാനൊരു തെറ്റ് ചെയ്തോ, അതോ അപകട സാധ്യതയുടെ യാഥാർത്ഥ്യം ഞാൻ അനുഭവിച്ചതാണോ? ചില തീരുമാനങ്ങൾ ബുദ്ധിപരമാണോ എന്നത് സ്ഥിതി വിവരക്കണക്കനുസരിച്ച് അളക്കാൻ കഴിയും. എന്നാൽ യഥാർത്ഥ ലോകത്ത് ദൈനംദിനം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. ലളിതമായ കഥകളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അവ എളുപ്പമുള്ളതും എന്നാൽ പലപ്പോഴും പൈശാചികമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമാണ്. നിക്ഷേപകരുടെയും ബിസിനസ് നേതാക്കളുടെയും ചുറ്റും വർഷങ്ങളോളം ചെലവഴിച്ചതിനു ശേഷം ഞാൻ മറ്റുള്ളവരുടെ പരാജയങ്ങൾക്ക് സാധാരണയായി മോശം തീരുമാനങ്ങളാണ് കാരണമെന്ന് മനസ്സിലാക്കുക. അതേസമയം നിങ്ങളുടെ സ്വന്തം പരാജയങ്ങൾ സാധാരണയായി അപകട സാധ്യതയുടെ ഇരുണ്ട വശമാണെന്ന് ആരോപിക്കപ്പെടുന്നു. നിങ്ങളുടെ പരാജയങ്ങളെ വിലയിരുത്തപ്പെടുമ്പോൾ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാത്തതിനാൽ കാരണത്തിൻ്റെയും ഫലത്തിൻ്റെയും ശുദ്ധവും ലളിതവുമായൊരു കഥയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഒരു മോശം ഫലമുണ്ടായിരുന്നു, അതിനാൽ അത് ഒരു മോശം തീരുമാനം മൂലമായിരിക്കണം എന്നതാണ് എനിക്ക് ഏറ്റവും അർത്ഥവത്തായ കഥ. എന്നാൽ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ എൻ്റെ മുൻകാല തീരുമാനങ്ങളെ ന്യായീകരിക്കുകയും മോശം ഫലങ്ങൾ അപകട സാധ്യതയ്ക്ക് കാരണമാക്കുകയും ചെയ്യുന്ന ഒരു വന്യമായ ആഖ്യാനം എനിക്കുണ്ടാക്കാൻ കഴിയും. നല്ല തീരുമാനങ്ങൾ എടുക്കുകയും എന്നാൽ അപകട സാധ്യതയുടെ ദൗർഭാഗ്യകരമായ വശം അനുഭവിക്കുകയും ചെയ്ത ദരിദ്ര നിക്ഷേപകരെ ഫോർബ്സ് മാസികയുടെ കവർ ആഘോഷിക്കുന്നില്ല. എന്നാൽ ശരിയായതോ അശ്രദ്ധമായതോ ആയ തീരുമാനങ്ങൾ എടുത്ത് ഭാഗ്യം ലഭിച്ച സമ്പന്നരായ നിക്ഷേപകരെ ഇത് തീർച്ചയായും ആഘോഷിക്കുന്നു. രണ്ടും ഒരേ നാണയം മറിച്ചപ്പോൾ അത് വ്യത്യസ്ത വശങ്ങളിലെത്തി. ഇതിൻ്റെ അപകടകരമായ വശം എന്തെന്നാൽ പണം കൊണ്ട് എന്ത് പ്രവർത്തിക്കും, എന്ത് പ്രവർത്തിക്കില്ല എന്നതിനെക്കുറിച്ച് നാം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഏതൊക്കെ നിക്ഷേപ തന്ത്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്, ഏതാണ് പ്രവർത്തിക്കാത്തത്? ഏതൊക്കെ ബിസിനസ് തന്ത്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്, ഏതാണ് പ്രവർത്തിക്കാത്തത്? എങ്ങനെ സമ്പന്നനാകും? ദരിദ്രനാകുന്നത് എങ്ങനെ ഒഴിവാക്കാം? വിജയപരാജയങ്ങൾ നിരീക്ഷിച്ചും അവൾ ചെയ്തത് ചെയ്യൂ, അവൻ ചെയ്തത് ഒഴിവാക്കൂ എന്ന് പറഞ്ഞുമാണ് നമ്മൾ ഈ പാഠങ്ങൾ തേടുന്നത്. നമുക്കൊരു മാതൃക വഴി ഉണ്ടായിരുന്നെങ്കിൽ ആവർത്തിക്കാവുന്ന പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന ഫലങ്ങളുടെ എത്ര അനുപാതമാണ് ഉണ്ടായതെന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്താമായിരുന്നു. യാദൃശ്ചികമായ അപകട സാധ്യതയും ഭാഗ്യവും ആ പ്രവൃത്തികളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചതിൻ്റെ പങ്ക് താരതമ്യം ചെയ്യുമ്പോൾ പക്ഷേ നമുക്കൊരു മാന്ത്രിക വഴിയില്ല. സൂക്ഷ്മതകളോട് വലിയ ആർത്തിയില്ലാത്ത എളുപ്പമുള്ള ഉത്തരങ്ങൾ ഇഷ്ടപ്പെടുന്ന തലച്ചോറുകളാണ് നമുക്കുള്ളത്. അതിനാൽ നമ്മൾ അനുകരിക്കേണ്ടതോ ഒഴിവാക്കേണ്ടതോ ആയ സ്വഭാവവിശേഷങ്ങൾ തിരിച്ചറിയുന്നത് വേദനാജനകമാം വിധം ബുദ്ധിമുട്ടാണ്. ബിൽഗേറ്റ്സിനെ പോലെ വൻ വിജയം നേടിയ, എന്നാൽ ഭാഗ്യമോ വൈദഗ്ധ്യമോ മൂലമാണ് വിജയം നേടിയതെന്ന് പറയാൻ കഴിയാത്ത ഒരാളുടെ കഥ കൂടി ഞാൻ നിങ്ങളോട് പറയാം. തൻ്റെ റെയിൽവേ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനായി കോർണേലിയസ് വാൻഡർബിൽറ്റ് നിരവധി ബിസിനസ് കരാറുകൾ പൂർത്തിയാക്കിയിരുന്നു. വാൻഡർബിൽറ്റ് നിയമം ലംഘിക്കാൻ സമ്മതിച്ച ഓരോ ഇടപാടും നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഉപദേഷ്ടാക്കളിൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു. എൻ്റെ ദൈവമേ, ജോൺ വാൻഡർബിൽറ്റ് പറഞ്ഞു,
ന്യൂയോർക്ക് സംസ്ഥാനത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നിങ്ങൾക്ക് ഒരു റെയിൽവേ ഓടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നില്ല അല്ലേ? ഇത് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ആ മനോഭാവമാണ് അദ്ദേഹത്തിന് ഇത്രയധികം വിജയം നേടിത്തന്നത്. വാൻഡർബിൽറ്റിൻ്റെ കാലത്ത് നിയമങ്ങൾ റെയിൽവേകളെ അംഗീകരിച്ചില്ല. അതിനാൽ അദ്ദേഹം കഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും മുന്നോട്ടു പോയി. വാൻഡർബിൽറ്റ് വൻ വിജയമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമപ്രകടനത്തെ കുപ്രസിദ്ധവും വിജയത്തിന് നിർണായകവുമായിരുന്നു. ജ്ഞാനമായി കാണാൻ പ്രലോഭനം തോന്നുന്നു. ആ വൃത്തികെട്ട ദീർഘവീക്ഷണം ഒന്നും തൻ്റെ വഴിയിൽ വരാൻ അനുവദിച്ചില്ല. എന്നാൽ ആ വിശകലനം എത്ര അപകടകരമാണ്! വിവേകമുള്ള ആരും കൊടിയ കുറ്റകൃത്യങ്ങളെ ഒരു സംരംഭക സ്വഭാവമായി ശുപാർശ ചെയ്യില്ല. വാൻഡർബിൽറ്റിൻ്റെ കഥ വളരെ വ്യത്യസ്തമായി മാറുമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ സങ്കല്പിക്കാൻ കഴിയും. കോടതി ഉത്തരവിലൂടെ യുവകമ്പനി തകർന്ന ഒരു കുറ്റവാളി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എൻറോണിനെ വിമർശിക്കുന്ന അതേ ആവേശത്തോടെ നിയമം നടപ്പിലാക്കിയതിന് വാൻഡർബിൽറ്റിനെ പ്രശംസിക്കാം. ഒരാൾ നിയമത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാഗ്യം നേടിയപ്പോൾ മറ്റൊരാൾ അപകട സാധ്യതയുടെ പക്ഷത്തായിരുന്നു. ജോൺ ടി റോക്ക്ഫെല്ലറും ഇതുതന്നെയാണ്. ഒരിക്കൽ ഒരു ജഡ്ജി തൻ്റെ കമ്പനിയെ ഒരു സാധാരണ കള്ളനേക്കാൾ മികച്ചതല്ല എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പതിവായി നിയമം മറികടക്കുന്നത് ചിത്രകാരന്മാർ പലപ്പോഴും തന്ത്രശാലികളായ ബിസിനസ് മിടുക്കന്മാരായി ചിത്രീകരിക്കാറുണ്ട്. ഒരുപക്ഷേ അങ്ങനെയായിരിക്കാം. എന്നാൽ കാലഹരണപ്പെട്ട നിയമങ്ങൾ നവീകരണത്തിന് തടസ്സമാക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല. എന്നതിൽ നിന്ന് നിങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നതിലേക്ക് ആഖ്യാനം എപ്പോഴാണ് മാറുന്നത്? അല്ലെങ്കിൽ റോക്ക്ഫെല്ലർ ഒരു പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജയങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നതിൽ നിന്ന് റോക്ക്ഫെല്ലർ ഒരു കുറ്റവാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരാജയങ്ങളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നതിലേക്ക് ആഖ്യാനം മാറാൻ കഥ എത്ര കുറച്ച് മാത്രമേ മാറേണ്ടതുള്ളൂ? വളരെ കുറച്ച്. നിയമത്തെക്കുറിച്ച് എനിക്കെന്ത് കാര്യം? എനിക്കെന്താണ് കാര്യം? വാൻഡർബിൽറ്റ് ഒരിക്കൽ പറഞ്ഞു. എനിക്ക് അധികാരമില്ലേ? അദ്ദേഹം അങ്ങനെ ചെയ്തു. അത് ഫലിച്ചു. എന്നാൽ വളരെ വ്യത്യസ്തമായ ഫലമുള്ള ഒരു കഥയുടെ അവസാന വാക്കുകളാണിവയെന്ന് സങ്കല്പിക്കാൻ എളുപ്പമാണ്. ധീരനും അശ്രദ്ധനും ഇടയിലുള്ള രേഖ നേർത്തതായിരിക്കാം. നമ്മൾ റിസ്ക്കും ഭാഗ്യവും അവരുടെ ശരിയായ ബില്ലിംഗ് നൽകുന്നില്ലെങ്കിൽ അത് പലപ്പോഴും അദൃശ്യമായിരിക്കും. ബെഞ്ചമിൻ ഗ്രഹാം എക്കാലത്തും മികച്ച നിക്ഷേപകരിൽ ഒരാളായും മൂല്യനിക്ഷേപത്തിൻ്റെ പിതാവായും വാറൻ ബഫറ്റിൻ്റെ ആദ്യകാല ഉപദേഷ്ടാവായും അറിയപ്പെടുന്നു. എന്നാൽ ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ നിക്ഷേപ വിജയത്തിൻ്റെ ഭൂരിഭാഗവും ഗൈക്കോ ഓഹരികളുടെ വലിയൊരു ഭാഗം സ്വന്തമാക്കിയതിലൂടെയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ സമ്മതപ്രകാരം. ഗ്രഹാം തൻ്റെ പ്രശസ്ത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ മിക്കവാറും എല്ലാ വൈവിധ്യവൽക്കരണ നിയമങ്ങളെയും ലംഘിച്ചു. ധീരനും അശ്രദ്ധനും തമ്മിലുള്ള നേർത്ത രേഖ ഇവിടെ എവിടെയാണ് വീഴുന്നത്? എനിക്കറിയില്ല. ഗ്രഹാം തൻ്റെ ഗൈക്കോ ബൊനാൻസയെക്കുറിച്ച് എഴുതി. ഒരു ബാഹ്യ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു അതിസമർത്ഥമായ തീരുമാനം. നമുക്കവയെ വേർതിരിച്ചറിയാൻ കഴിയുമോ? എളുപ്പമല്ല. അതുപോലെ 2006 യാഹുവിൻ്റെ കമ്പനി വാങ്ങാൻ $1 ബില്യൺ വാഗ്ദാനം ചെയ്തപ്പോൾ അത് നിരസിച്ച മാർക്ക് സക്കർബർഗും ഒരു പ്രതിഭയാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഭാവി കണ്ട അദ്ദേഹം തൻ്റെ തോക്കുകളിൽ ഉറച്ചു നിന്നു. എന്നാൽ മൈക്രോസോഫ്റ്റിൽ നിന്നുള്ള സ്വന്തം വലിയ വാങ്ങൽ ഓഫർ നിരസിച്ചതിലും ആളുകൾ യാഹുവിനെ വിമർശിക്കുന്നത് അത്രയും ആവേശത്തോടെയാണ്. ആ വിഡ്ഢികൾ കഴിയുന്നിടത്തോളം പണം മുടക്കണമായിരുന്നു. സംരംഭകർക്ക് ഇവിടെ എന്താണ് പാഠം? എനിക്കൊരു ധാരണയുമില്ല. കാരണം അപകട സാധ്യതയും ഭാഗ്യവും നിർണ്ണയിക്കാൻ വളരെ പ്രയാസമാണ്. ഇതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എണ്ണമറ്റ ഭാഗ്യങ്ങളും പരാജയങ്ങളും. അവയുടെ ഫലത്തിന് കാരണം ലിവറേജാണ്. മികച്ച, ഏറ്റവും മോശം മാനേജർമാർ തങ്ങളുടെ ജീവനക്കാരെ കഴിയുന്നത്ര കഠിനമായി പീഡിപ്പിക്കുന്നു. ഉപഭോക്താവ് എപ്പോഴും ശരിയാണ്. ഉപഭോക്താക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ല. എന്നിവ രണ്ടും അംഗീകൃത ബിസിനസ് ജ്ഞാനമാണ്. പ്രചോദിപ്പിക്കുന്ന വിധം ധീരമായത്, മണ്ടത്തരമായി അശ്രദ്ധമായത് എന്നിവ തമ്മിലുള്ള രേഖ ഒരു മില്ലിമീറ്റർ കനമുള്ളതും
തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ ദൃശ്യമാകൂ. ഭാഗ്യവും അപകട സാധ്യതയും ഇരട്ടകളാണ്. ഇത് പരിഹരിക്കാൻ എളുപ്പമുള്ള ഒരു പ്രശ്നമല്ല. എന്താണ് ഭാഗ്യം, എന്താണ് കഴിവ്, എന്താണ് അപകട സാധ്യത എന്നിവ തിരിച്ചറിയുന്നതിലെ ബുദ്ധിമുട്ട് പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മികച്ച ദിശയിലേക്ക് നയിക്കും. നിങ്ങൾ ആരെയാണ് പുകഴ്ത്തുന്നതും ആരാധിക്കുന്നതും എന്നതിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെ താഴ്ത്തിക്കെട്ടുന്നുവെന്നും ആരാകാതിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 100% ഫലങ്ങളും പരിശ്രമത്തിനും തീരുമാനങ്ങൾക്കും കാരണമാകുമെന്ന് അനുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എൻ്റെ മകൻ ജനിച്ചതിനു ശേഷം ഞാൻ അവന് ഒരു കത്തെഴുതി. അതിൽ ഭാഗികമായി ഇങ്ങനെ പറയുന്നു: ചിലർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങളിലാണ് ജനിക്കുന്നത്. മറ്റു ചിലർ അതിനെതിരാണ്. ചിലർ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അഭിവൃദ്ധി പ്രാപിക്കുന്ന സമ്പദ് വ്യവസ്ഥകളിലാണ് ജനിക്കുന്നത്. മറ്റു ചിലർ യുദ്ധത്തിലും ദാരിദ്ര്യത്തിലും ജനിക്കുന്നു. നിങ്ങൾ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് സമ്പാദിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാ വിജയവും കഠിനാധ്വാനം മൂലമല്ലെന്നും എല്ലാ ദാരിദ്ര്യവും മടി മൂലമല്ലെന്നും മനസ്സിലാക്കുക. നിങ്ങളെപ്പോലുള്ള ആളുകളെ വിധിക്കുമ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക. അതുകൊണ്ട് പ്രത്യേക വ്യക്തികളിലും കേസ് പഠനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറയ്ക്കുകയും വിശാലമായ പാറ്റേണുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ഒരു പ്രത്യേക വ്യക്തിയെ പഠിക്കുന്നത് അപകടകരമാണ്. കാരണം നമ്മൾ കോടീശ്വരന്മാർ, സിഇഒമാർ അല്ലെങ്കിൽ വാർത്തകളിൽ ആധിപത്യം പുലർത്തുന്ന വൻ പരാജയങ്ങൾ തുടങ്ങിയ അങ്ങേയറ്റത്തെ ഉദാഹരണങ്ങൾ പഠിക്കാൻ പ്രവണത കാണിക്കുന്നു. അവയുടെ സങ്കീർണത കണക്കിലെടുക്കുമ്പോൾ മറ്റ് സാഹചര്യങ്ങൾക്ക് പലപ്പോഴും ബാധകമല്ലാത്തവയാണ് അങ്ങേയറ്റത്തെ ഉദാഹരണങ്ങൾ. ഫലം കൂടുതൽ തീവ്രമാകുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പാഠങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഫലം ഭാഗ്യത്തിൻ്റെയോ അപകട സാധ്യതയുടെയോ അങ്ങേയറ്റത്തെ ലക്ഷ്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും വിശാലമായ പാറ്റേണുകൾ തിരയുന്നതിലൂടെ നിങ്ങൾക്ക് പ്രായോഗികമായ നിഗമനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. കൂടുതൽ സാധാരണമായ പാറ്റേൺ അത് നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ ബാധകമായേക്കാം. വാറൻ ബഫറ്റിൻ്റെ നിക്ഷേപ വിജയത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫലങ്ങൾ വളരെ തീവ്രമായതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാല പ്രകടനത്തിൽ ഭാഗ്യത്തിൻ്റെ പങ്ക് വളരെ ഉയർന്നതാണ്. കൂടാതെ ഭാഗ്യം നിങ്ങൾക്ക് വിശ്വസനീയമായി അനുകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അവരുടെ സമയത്തിന്മേലുള്ള നിയന്ത്രണം ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമാകാൻ സാധ്യതയുള്ളത് അതുപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിശാലവും പൊതുവായതുമായ ഒരു നിരീക്ഷണമാണ്. എൻ്റെ പ്രിയപ്പെട്ട ചരിത്രകാരനായ ഫ്രെഡറിക് ലൂയിസ് അലൻ തൻ്റെ കരിയർ ചെലവഴിച്ചത് ശരാശരി അമേരിക്കക്കാരുടെ ജീവിതം, അവർ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മാറി, ജോലിക്ക് വേണ്ടി അവർ എന്ത് ചെയ്തു, അത്താഴത്തിന് അവർ എന്ത് കഴിച്ചു തുടങ്ങിയവ ചിത്രീകരിച്ചുകൊണ്ടാണ്. വാർത്തകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന തീവ്ര കഥാപാത്രങ്ങളെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തമായ പാഠങ്ങൾ ഇത്തരത്തിലുള്ള വിശാലമായ നിരീക്ഷണത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ബിൽഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞു, വിജയം ഒരു മോശം അധ്യാപകനാണ്. അത് ബുദ്ധിമാനായ ആളുകളെ തോൽക്കാൻ കഴിയില്ലെന്ന് ചിന്തിപ്പിക്കും. കാര്യങ്ങൾ വളരെ നന്നായി പോകുമ്പോൾ നിങ്ങൾ കരുതുന്നത്ര നല്ലതല്ല കാര്യങ്ങൾ എന്ന് തിരിച്ചറിയുക. നിങ്ങൾ അജയ്യനല്ല, ഭാഗ്യം നിങ്ങൾക്ക് വിജയം കൊണ്ടുവന്നുവെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഭാഗ്യത്തിൻ്റെ ബന്ധുവായ അപകട സാധ്യതയിൽ നിങ്ങൾ വിശ്വസിക്കണം. അത് നിങ്ങളുടെ കഥയെ അത്രയും വേഗത്തിൽ മാറ്റിമറിക്കും. എന്നാൽ മറുവശത്തും ഇത് തന്നെയാണ് സ്ഥിതി. പരാജയം ഒരു മോശം ഗുരുവായിരിക്കാം. കാരണം അത് ബുദ്ധിമാനായ ആളുകളെ അവരുടെ തീരുമാനങ്ങൾ ഭയങ്കരമാണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചിലപ്പോൾ അവ അപകട സാധ്യതയുടെ ക്ഷമിക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പരാജയത്തെ നേരിടുമ്പോൾ ഒരു മോശം നിക്ഷേപവും അവിടെ നഷ്ടപ്പെട്ട സാമ്പത്തിക ലക്ഷ്യവും നിങ്ങളെ തുടച്ചു നീക്കാത്ത വിധത്തിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ക്രമീകരിക്കുക എന്നതാണ്. അങ്ങനെ സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുവരെ നിങ്ങൾക്ക് കളി തുടരാം. എന്നാൽ അതിലും പ്രധാനം വിജയത്തിൽ ഭാഗ്യത്തിൻ്റെ പങ്ക് നാം എത്രത്തോളം തിരിച്ചറിയുന്നുവോ അത്രത്തോളം അപകട സാധ്യതയുടെ പങ്ക്
നമ്മൾ സ്വയം ക്ഷമിക്കുകയും പരാജയങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ ഇടം നൽകുകയും വേണം എന്നതാണ്. ഒന്നും തോന്നുന്നത്ര നല്ലതോ ചീത്തയോ അല്ല. ഇനി ഭാഗ്യം പിന്തുടർന്ന 2 പുരുഷന്മാരുടെ കഥകൾ കേൾക്കാം. അധ്യായം 3. ഒരിക്കലും മതിയാവില്ല ധനികർ ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. 2019 അന്തരിച്ച വാൻഗാർഡിൻ്റെ സ്ഥാപകനായ ജോൺ ഓൺ ബോഗിൾ ഒരിക്കൽ പണത്തെക്കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞു. അത് നമ്മൾ വേണ്ടത്ര ചിന്തിക്കാത്തൊരു കാര്യത്തെ എടുത്തു കാണിക്കുന്നു. ഷെൽട്ടർ ഐലൻഡിലെ ഒരു കോടീശ്വരൻ നൽകിയ ഒരു പാർട്ടിയിൽ കർട്ട് വോണെഗട്ട് തൻ്റെ സുഹൃത്തായ ജോസഫ് ഹെല്ലറിനോട് അവരുടെ ആതിഥേയനായ ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജർ ഹെല്ലർ തൻ്റെ വളരെ ജനപ്രിയമായ നോവലായ ക്യാച്ച് 22-ൽ നിന്ന് അതിൻ്റെ മുഴുവൻ ചരിത്രത്തിലും നേടിയതിനേക്കാൾ കൂടുതൽ പണം ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചുവെന്ന് പറയുന്നു. ഹെല്ലർ മറുപടി നൽകുന്നു, അതെ, പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ലഭിക്കാത്ത ഒന്ന് എൻ്റെ പക്കലുണ്ട്, മതി. മതി. ആ സ്തംഭിച്ചുപോയ വാക്കിൻ്റെ ലളിതമായ വാചാലത എന്നെ സ്തബ്ധനാക്കി. 2 കാരണങ്ങളാൽ. ഒന്ന്, എൻ്റെ സ്വന്തം ജീവിതത്തിൽ എനിക്ക് വളരെയധികം കാര്യങ്ങൾ ലഭിച്ചതിനാൽ. രണ്ടാമത്തേത്, ജോസഫ് ഹെല്ലറിന് ഇതിലും കൃത്യമായി പറയാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ സമൂഹത്തിലെ ഒരു നിർണായക ഘടകത്തിന് നമ്മിലെ ഏറ്റവും ധനികരും ശക്തരുമായ നിരവധി പേർ ഉൾപ്പെടെ ഇന്ന് മതിയായതിന് പരിധിയില്ലെന്ന് തോന്നുന്നു. അത് വളരെ ബുദ്ധിമാനും ശക്തനുമാണ്. ആവശ്യത്തിന് ഇല്ലായ്മയുടെ അപകടങ്ങളെക്കുറിച്ചും അവ നമ്മെ എന്ത് പഠിപ്പിക്കുമെന്നും കാണിക്കുന്ന 2 ഉദാഹരണങ്ങൾ ഞാൻ നൽകട്ടെ. രജത് ഗുപ്ത കൊൽക്കത്തയിൽ ജനിച്ചു. കൗമാരപ്രായത്തിൽ അനാഥനായി 3-ാം ബേസിൽ ജീവിതം ആരംഭിക്കുന്ന വിശേഷാധികാരമുള്ള ചുരുക്കം ചിലരെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു. ഗുപ്തയ്ക്ക് ബേസ്ബോൾ സ്റ്റേഡിയം കാണാൻ പോലും കഴിഞ്ഞില്ല. ആ തുടക്കം മുതൽ അദ്ദേഹം നേടിയെടുത്തത് അസാധാരണമാണ്. 40കളുടെ മധ്യത്തോടെ ഗുപ്ത ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കൺസൾട്ടിംഗ് സ്ഥാപനമായ മക്കിൻസിയുടെ CEO ആയി. ഐക്യരാഷ്ട്രസഭയിലും ലോക സാമ്പത്തിക ഫോറത്തിലും പ്രവർത്തിക്കാൻ 2007 അദ്ദേഹം വിരമിച്ചു. ബിൽഗേറ്റ്സുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. 5 പൊതു കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം ഇരുന്നു. കൊൽക്കത്തയിലെ ചേരികളിൽ നിന്ന് ജനിച്ച ഗുപ്ത അക്ഷരാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിജയകരമായ ബിസിനസ്സുകാരിൽ ഒരാളായി മാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജയത്തോടെ വലിയ സമ്പത്ത് വന്നു. 2008 ആയപ്പോഴേക്കും ഗുപ്തയുടെ മൂല്യം $100 മില്യൺ ഉയർന്നു വന്നു. മിക്കവർക്കും ഇത് അളക്കാനാവാത്ത തുകയാണ്. അത്രയും പണത്തിന് വാർഷിക വരുമാനം 5%, 24 മണിക്കൂറിൽ ഏകദേശം $600 ലഭിക്കും. ജീവിതത്തിൽ അവന് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. എല്ലാ അർത്ഥത്തിലും അയാൾ ആഗ്രഹിച്ചത് വെറുമൊരു കോടിപതിയാകുക എന്നതായിരുന്നില്ല. രജത് ഗുപ്ത ഒരു ശതകോടീശ്വരനാകാൻ ആഗ്രഹിച്ചു. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ നിക്ഷേപകരിൽ ചിലർ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഗോൾഡ്മാൻ സാക്സിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഗുപ്ത ഇരുന്നു. സ്വകാര്യ ഇക്വിറ്റി വ്യവസായികളുടെ ശമ്പള ദിനങ്ങളെ ഉദ്ധരിച്ച് ഒരു നിക്ഷേപകൻ ഗുപ്തയെ ഇങ്ങനെ വിശേഷിപ്പിച്ചു, അദ്ദേഹം ആ സർക്കിളിൽ ആകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതൊരു ശതകോടീശ്വരൻ സർക്കിളാണ്, അല്ലേ? ഗോൾഡ്മാൻ കോടിക്കണക്കിന് സർക്കിളുകൾ പോലെയാണ്, അല്ലേ? ശരിയാണ്. അങ്ങനെ ഗുപ്ത ലാഭകരമായ ഒരു സൈഡ് ഹസൽ കണ്ടെത്തി. 2008 ഗോൾഡ്മാൻ സാക്സ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കൊടും ക്രൂരതയിൽ ഉറ്റുനോക്കിയപ്പോൾ ബാങ്കിനെ അതിജീവിക്കാൻ സഹായിക്കുന്നതിനായി വാറൻ ബഫറ്റ് $5 ബില്യൺ ബാങ്കിൽ നിക്ഷേപിക്കാൻ പദ്ധതിയിട്ടു. ഗോൾഡ്മാൻ ബോർഡ് അംഗമായ ഗുപ്ത പൊതുജനങ്ങൾക്ക് മുന്നിൽ ഈ ഇടപാടിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് വിലപ്പെട്ട വിവരമായിരുന്നു. ഗോൾഡ്മാൻ്റെ നിലനിൽപ്പ് സംശയത്തിലായിരുന്നു. ബഫറ്റിൻ്റെ പിന്തുണ തീർച്ചയായും അതിൻ്റെ ഓഹരികൾ കുതിച്ചുയരുമായിരുന്നു. ഗോൾഡ്മാൻ ബോർഡ് മീറ്റിംഗിലേക്ക് ഡയൽ ചെയ്യപ്പെട്ട ഗുപ്ത തീർപ്പാക്കാത്ത ഇടപാടിനെക്കുറിച്ച് അറിഞ്ഞതിന് 16 സെക്കൻഡുകൾക്ക് ശേഷം ഫോൺ കട്ട് ചെയ്ത് രാജരത്നം എന്ന ഹെഡ്ജ് ഫണ്ട് മാനേജരെ വിളിച്ചു. കോൾ റെക്കോർഡ് ചെയ്തില്ല. പക്ഷേ രാജരത്നം ഉടൻ തന്നെ ഗോൾഡ്മാൻ സാച്ചിൻ്റെ 1,75,000 ഓഹരികൾ വാങ്ങി. അതിനാൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ബഫറ്റ് ഗോൾഡ്മാൻ കരാർ പൊതുജനങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം പ്രഖ്യാപിച്ചു. ഗോൾഡ്മാൻ ഓഹരികൾ കുതിച്ചുയർന്നു.
രാജരത്നം പെട്ടെന്ന് $1 മില്യൺ സമ്പാദിച്ചു. അത് ആരോപിക്കപ്പെടുന്ന ഒരു പ്രവണതയുടെ ഒരു ഉദാഹരണം മാത്രമായിരുന്നു. ഗുപ്തയുടെ ഇൻസൈഡർ ടിപ്പുകൾ $17 മില്യൺ ലാഭത്തിലേക്ക് നയിച്ചതായി SEC അവകാശപ്പെടുന്നു. എളുപ്പമുള്ള പണമായിരുന്നു അത്. പ്രോസിക്യൂട്ടർമാർക്ക് ഇത് കൂടുതൽ എളുപ്പമുള്ള കേസായിരുന്നു. ഇൻസൈഡർ ട്രേഡിങ്ങിന് ഗുപ്തയും രാജരത്നവും ജയിലിലായി. അവരുടെ കരിയറിനും പ്രശസ്തിക്കും മാറ്റാനാവാത്ത വിധം കോട്ടം സംഭവിച്ചു. ഇനി പേണി മഡോഫിനെ പരിഗണിക്കൂ. അയാളുടെ കുറ്റകൃത്യം എല്ലാവർക്കും അറിയാം. മഡോഫ് ചാൾസ് പോൺസിക്ക് ശേഷമുള്ള ഏറ്റവും കുപ്രസിദ്ധനായ പോൺസി തന്ത്രജ്ഞനാണ്. ഗുപ്തയുടെ ശ്രമത്തിന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിരോധാഭാസമെന്ന് പറയട്ടെ, മഡോഫ് 2 പതിറ്റാണ്ടുകളായി നിക്ഷേപകരെ വഞ്ചിച്ചു. ഗുപ്തയെപ്പോലെ മഡോഫും ഒരു തട്ടിപ്പുകാരൻ മാത്രമല്ലായിരുന്നു എന്നത് അവഗണിക്കപ്പെടുന്നു. മഡോഫിനെ പ്രശസ്തനാക്കിയ പോൺസി പദ്ധതിക്ക് മുമ്പ് അദ്ദേഹം വന്യമായി വിജയിച്ചതും നിയമാനുസൃതവുമായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. മഡോഫ് ഒരു മാർക്കറ്റ് മേക്കറായിരുന്നു. ഓഹരികൾ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അത്. അദ്ദേഹം അതിൽ വളരെ മിടുക്കനായിരുന്നു. 1992 വാൾ സ്ട്രീറ്റ് ജേണൽ മഡോഫിൻ്റെ മാർക്കറ്റ് മേക്കിംഗ് സ്ഥാപനത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അദ്ദേഹം വളരെ ലാഭകരമായ ഒരു സെക്യൂരിറ്റീസ് സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ട്. ബെർണാഡ് എൽ മഡോഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ് ഇത് ബിഗ് ബോട്ടിൽ നിന്ന് വൻതോതിലുള്ള സ്റ്റോക്ക് ട്രേഡുകൾ വലിച്ചെടുക്കുന്നു. മഡോഫ് സ്ഥാപനം എക്സ്ചേഞ്ചിൽ നിന്ന് ഇലക്ട്രോണിക് രീതിയിൽ നടത്തുന്ന ശരാശരി $740 മില്യൺ പ്രതിദിന ട്രേഡുകൾ ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൻ്റെ 9% തുല്യമാണ്. മിസ്റ്റർ മഡോഫിൻ്റെ സ്ഥാപനത്തിന് വളരെ വേഗത്തിലും വില കുറഞ്ഞും ട്രേഡുകൾ നടത്താൻ കഴിയും. അതിനാൽ മറ്റ് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ഉപഭോക്താക്കളുടെ ഓർഡറുകൾ നടപ്പിലാക്കുന്നതിന് ഒരു പൈസ വീതം നൽകുന്നു. മിക്ക സ്റ്റോക്കുകളും ട്രേഡ് ചെയ്യുന്ന ബിഡ് ആസ്ക് വിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ നിന്ന് ലാഭം നേടുന്നു. ഇതുവരെ പുറത്തുവരാത്ത ഒരു തട്ടിപ്പിനെക്കുറിച്ച് തെറ്റായി വിവരിക്കുന്ന ഒരു പത്രപ്രവർത്തകനല്ല ഇത്. മഡോഫിൻ്റെ മാർക്കറ്റ് നിർമ്മാണ ബിസിനസ് നിയമാനുസൃതമായിരുന്നു.